ഇറാന്റെ കപ്പലടക്കം അഗ്നിക്കിരയാക്കി ട്രംപ്. ഇറാനിൽ കടുത്ത US വ്യോമാക്രമണം. വെടിനിർത്തൽ ചർച്ചകൾക്കിടെ തെക്കൻ ഇറാനിൽ കടുത്ത വ്യോമാക്രമണം നടത്തുകയാണ് അമേരിക്ക. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും കടലിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ബോട്ടുകളും തകർത്ത് തരിപ്പണമാക്കും. സ്വയം രക്ഷ മുൻനിർത്തിയാണ് ആക്രമണമെന്ന US സേനയുടെ വിശദീകരണം വരുമ്പോഴും സമാധാന കരാർ അവസാന നിമിഷത്തിലെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് US കടന്നാക്രമണം യുദ്ധത്തിന്റെ അവസാന നാളുകളെ ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ്. മാസങ്ങളായി തുടരുന്ന വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഇറാനെതിരെ വീണ്ടും കടുത്ത സൈനിക നീക്കവുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട്? ഇറാനിൽ വ്യോമാക്രമണം നടത്തുകയാണ് അമേരിക്ക. തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാന മേഖലകളിൽ അമേരിക്കൻ സൈന്യം പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുകയാണ് US സെൻട്രൽ കമാൻഡ്. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും കടലിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ബോട്ടുകളുമാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടതും തകർത്ത് തരിപ്പണമാക്കിയതും. സ്വയം രക്ഷ മുൻനിർത്തിയാണ് ആക്രമണം നടത്തിയത് എന്നും തങ്ങളുടെ സൈന്യത്തിന് നേരെ ഇറാൻ സേന ഉയർത്തുന്ന ഭീഷണികളെ അതിൽ നിന്നുള്ള പ്രതിരോധ നടപടിയാണ് ഇത് എന്നും US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കുമ്പോഴും നിലവിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിച്ച് പരമാവധി സംയമനം പാലിക്കുമ്പോഴും തങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ തുടരുമെന്ന് അമേരിക്ക പറഞ്ഞു മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല സൈനിക നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് തുടരുകയും ചെയ്യും. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമോസ് കടലിടുക്കിന് സമീപമുള്ള തുറമുഖ നഗരവും ഇറാന്റെ പ്രധാന നാവിക താവളവുമായിട്ടുള്ള ബന്ദർ അബ്ബാസിനടുത്തുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത് ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ബന്ദർ അബ്ബാസ് മേഖലയിൽ ശക്തമായിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടും പ്രാദേശിക ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായിട്ടും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്നും എന്നാൽ അന്തിമ കരാർ ഉടൻ സാധ്യമാകില്ലെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ ആക്രമണ പരമ്പര ഉണ്ടായിരിക്കുന്നത്. ചർച്ചകളിൽ വലിയൊരു ശതമാനം വിഷയങ്ങളും തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ് എങ്കിലും കരാർ ഉൾപ്പെടാൻ സമയമായി എന്ന് അവകാശപ്പെടാൻ ആർക്കും കഴിയില്ല എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇറാൻ അടക്കം. കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്താൻ സാധ്യതയുണ്ട് എന്ന് US വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ വ്യക്തമാക്കിയതിനോട് സത്യത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇറാൻ. അതേസമയം US സമാധാന കരാറിനായിട്ട് ഇറാന്റെ മുഖ്യ ചർച്ചാ പ്രതിനിധിയും വിദേശകാര്യ മന്ത്രിയും നിലവിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായിട്ടും ദോഹയിൽ അടക്കം കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 8 മുതൽ US ഇറാൻ സൈന്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ നിലവിലുണ്ടായിരുന്നു. എങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്മേൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ തുറമുഖങ്ങൾ പൂർണ്ണമായിട്ടും ഉപരോധിക്കുവാനുള്ള ശ്രമത്തിലാണ് അമേരിക്കൻ നാവികസേന എന്നുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനിൽ നടത്തിയ വൻ വ്യോമാക്രമണത്തെ തുടർന്നാണ് പശ്ചിമേഷ്യൻ യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് മറുപടിയായിട്ട് ഇറാൻ ഇസ്രായേലിനും ഗൾഫിലെ US സഖ്യരാജ്യങ്ങൾക്കുമൊക്കെ നേരെ തിരിച്ചടിക്കുകയും ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായിട്ട് അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയുണ്ടായി. ഇപ്പോഴുണ്ടായ പുതിയ US ആക്രമണം നിലവിലെ സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള നീക്കങ്ങൾ സജീവമായി പുരോഗമിക്കുമ്പോഴും അനാവശ്യ ധൃതി വേണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ്. സമാധാന ചർച്ചകളിൽ അമേരിക്കൻ പ്രതിനിധികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് നടക്കുന്ന ചർച്ചകളിൽ ഒരുവിധ പിഴവുകളും സംഭവിക്കരുത് എന്ന് ധൃതി പിടിച്ച് ഒരു കരാറിലും ഒപ്പുവെക്കേണ്ടതില്ലെന്നും ട്രംപ് നിർദ്ദേശം നൽകുന്നതിന് പിന്നിൽ എന്തോ ഒരു കുതന്ത്രമുണ്ട് എന്നതാണ്. ഇറാനെ ഒരു തരത്തിലും ആണവായുധങ്ങൾ വികസിപ്പിക്കുവാനോ സ്വന്തമാക്കുവാനോ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ ട്രംപ് സമാധാന ചർച്ചകൾ വളരെ കൃത്യതയോടെയും പിഴവുകളില്ലാതെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇരുപക്ഷവും ആവശ്യത്തിന് സമയമെടുത്ത് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യണം, ഇതിൽ ഒരുവിധ തെറ്റുകളും സംഭവിക്കാൻ പാടില്ല എന്ന് ട്രംപ് പറഞ്ഞു വയ്ക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സമാധാന കരാർ അന്തിമഘട്ടത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ട്രംപിന്റെ പ്രതികരണം കൂടുതൽ വല്ലാത്ത മേഖലയിലേക്ക് യുദ്ധസാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ്. സത്യത്തിൽ കരാറിൽ ധാരണയായിട്ടുണ്ടെങ്കിലും ചില പോയിന്റുകൾ തീരുമാനമാകും വരെ ഒപ്പുവെക്കേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ തീരുമാനം. US ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമാക്കുക എന്നത് സമയത്തിന്റെ മാത്രം പ്രശ്നമായിരിക്കെ വിഷയത്തിൽ ഉടക്കിട്ടുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇറാനുമായിട്ടുള്ള ഏതൊരു അന്തിമ കരാറും ആ രാജ്യം ഉയർത്തുന്ന ആണവ ഭീഷണി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നത് ആകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുകയാണ്. ട്രംപുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് നെതന്യാഹുവിന്റെ ആവശ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇക്കാര്യം ട്രംപ് അംഗീകരിച്ചതോടെയാണ് കരാറിൽ ഒപ്പുവെക്കുന്നതിന് US സാവകാശം തേടുന്നതെന്നാണ്
റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അപ്പോൾ അങ്ങനെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ ശാലകൾ പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കണമെന്നും സമ്പുഷ്ടീകരിച്ച ആണവ വസ്തുക്കൾ ഇറാനിൽ നിന്ന് മാറ്റണമെന്നുമാണ് ഇസ്രായേലിന്റെ ആവശ്യമെന്ന് പറഞ്ഞു. ഇതിനോട് ട്രംപ് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുവാനോ അമേരിക്കയുടെ ഈ തന്ത്രങ്ങൾ അറിയാതിരിക്കുവാനോ ഇറാൻ വെറും വിഡ്ഢികളല്ല. അതുകൊണ്ട് തന്നെ ഇറാൻ മനസ്സിലാക്കുന്നുണ്ട് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തന്ത്രങ്ങൾ. ഇറാന്റെ കപ്പലടക്കം അഗ്നിക്കിരയാക്കുന്ന ട്രംപ്, ഇറാനിൽ കടുത്ത വ്യോമാക്രമണം നടത്തി ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്ന ട്രംപ് അമേരിക്കൻ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ തിരിച്ചടി ഭീകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇറാനും ഇനി തിരിച്ചടി തുടങ്ങുകയാണെങ്കിൽ ഈ വെടിനിർത്തൽ കരാറുകളൊക്കെ വെറുതെ കാറ്റിൽ പറത്തി കളയേണ്ടി വരും.